മോർണിംഗ് പറഞ്ഞേ കണ്ണൻ ഒരു ഇവിടെ കണ്ണനോട് പറഞ്ഞാണല്ലോ. ഗുഡ് മോർണിംഗ് ഉറക്കെ പറ. ഗുഡ് മോർണിംഗ് ഓൾ. സുഖാണോ ചേച്ചി? സുഖാണ്. ഇതൊക്കെ കണ്ണന്റെ കളിപ്പാട്ടങ്ങളാ. എവിടെ കണ്ണന്റെ ബസ്? എവിടെ? എനിക്ക് ബസ് ഒന്ന് കാണിച്ചു തരുമോ? നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് ഫ്രണ്ട്സുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ വ്ളോഗൊക്കെ കണ്ടാണ് ഞങ്ങൾ വിഷുവിന് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റപ്പോഴത്തേക്കിനും കണ്ണൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ എണീക്കുക, ഓൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ നിരത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം മോൻ്റെ കൂടെ ഇരുന്ന് കളിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ ഇത് വിഷുവിൻ്റെ തലേന്ന് എടുത്ത വീഡിയോ ആണ്. എനിക്ക് അങ്ങനെ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് ഇടാനുള്ളൊരു സാവകാശം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഇത്രയധികം ലാഗായി പോയത്. വേറൊന്നുമല്ല, ഓരോരോ വയ്യായികളൊക്കെ വരുമ്പോഴും പിന്നെ ഓരോ ദിവസങ്ങളിൽ ഓരോ ക്ഷീണമൊക്കെ വരുമ്പോൾ ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും നിൽക്കാറില്ല. വ്ളോഗാണെങ്കിലും അധികം ഒന്നും എടുത്തിട്ടില്ല. പിന്നെ പറ്റുന്ന ദിവസങ്ങളിലൊക്കെയാണ് കേട്ടോ വ്ളോഗ് എടുക്കാറുള്ളത്. അപ്പോൾ അതേ ഞാനും കണ്ണൻ കൂടെ രാവിലെ തന്നെ ഇരുന്ന് കളിക്കുകയാണ്. ദേ ഈ ഒരു ബാറ്റ്മാൻ ഉണ്ടല്ലോ, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവന് കൊണ്ടു കൊടുത്തതാണ് കേട്ടോ. അത് മാത്രം പൊട്ടിയിട്ടില്ല. അതിനെങ്ങനെ നീട്ടാനും വലിക്കാനും ഒക്കെ പറ്റും, അതുകൊണ്ടായിരിക്കും അത് പൊട്ടിയിട്ടില്ല. ബാക്കി എല്ലാ ഐറ്റംസിൻ്റെയും പാർട്സുകളൊക്കെ ഇളകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ ഒരു കുഞ്ഞിക്കുറുമ്പനാണ് ഇരിക്കുന്നത്, കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി രാവിലത്തെ വിശേഷങ്ങളും ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് തുടർന്ന് കണ്ടുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ അവിടുന്ന് കണ്ണൻ്റെ അടുത്ത് നിന്ന് മാറി അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ അതേ അമ്മ പൊറോട്ട ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് രാവിലെ അമ്മ പൊറോട്ട ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. വളരെ നൈസായിട്ടുള്ള പൊറോട്ട ആയിട്ട് ഉണ്ടാക്കുക, നല്ല സോഫ്റ്റ് ആയിട്ടും ക്രിസ്പി ആയിട്ടൊക്കെ ഉള്ള പൊറോട്ട ഉണ്ടാക്കാറ്. ഇതിൽ മുട്ടയും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല, കാരണം അമ്മ മുട്ടയൊന്നും കഴിക്കാതെ കൊണ്ട് അതിലിടാറില്ല. പക്ഷെ ഉണ്ടാക്കി കിട്ടുന്ന പൊറോട്ട ഉണ്ടല്ലോ, അടിപൊളി പൊറോട്ട ആയിരിക്കും. അമ്മേൻ്റെ പൊറോട്ടയ്ക്ക് ഇവിടെ എല്ലാവരും ഫാൻസാണ് കേട്ടോ. ഞങ്ങളെല്ലാവർക്കും അമ്മേൻ്റെ പൊറോട്ട ഇഷ്ടമാണ്. അപ്പോൾ പൊറോട്ടയും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അച്ഛമ്മ മുട്ടയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അതേ കണ്ണൻ ഇവിടെ ടി വിയിൽ പാട്ടിട്ട് ഡാൻസ് കളിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയതാണ് കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് ഒരു ഡാൻസ് കളിയൊക്കെ. അതുവരെ ഇതുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനത് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ചുമ്മാ കയ്യൊക്കെ ഇളക്കിയിട്ട് അതിലത്തെ പോലെ ഇങ്ങനെ കാണിക്കുന്നു എന്നുള്ളൂ. ഡാൻസിൻ്റെ ഒരു പരിപാടി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേ മുട്ടക്കറിയും പൊറോട്ടയും എല്ലാം റെഡി ആയിട്ടുണ്ട്. സാധാരണ ഞങ്ങളുണ്ടല്ലോ ഈ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിക്കുക, അതായത് അമ്മ, അച്ഛമ്മ, ഞാൻ, ഏട്ടത്തിയമ്മ, ഞങ്ങൾ മാത്രം ഉണ്ടാവുന്ന സമയത്ത് സാധാരണ ഭക്ഷണം കഴിക്കുന്നത് വർക്ക് ഏരിയേൻ്റെ തൊട്ടപ്പുറത്ത് ഞങ്ങൾ പണ്ടത്തെ ഒരു പടി ഇട്ടിട്ടുണ്ട്. പടി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കട്ടിലാണ്, അച്ഛമ്മേൻ്റെയൊക്കെ പഴയ കാലത്തുള്ളൊരു കട്ടിൽ. അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്നത്. അതാകുമ്പോൾ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെ കാണാം, അയൽവക്കത്തോരെ കാണാൻ, വർത്താനം പറയാം. പിന്നെ അങ്ങനെ ഒന്ന് ജോയിൻ്റ് ആയിട്ട് ഇരുന്ന് ചായ കുടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ചൂടും വെയിലും പുകയും അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ ചൂടിൻ്റെ ഒരവസ്ഥ, ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് രാവിലെ ഇപ്പോൾ 7:30 8 മണി എത്രയാണെന്നുണ്ടെങ്കിലും പുറത്തിരുന്നൊന്നും ഇതേപോലെ ഇരുന്ന് കഴിക്കാൻ കഴിയില്ല കേട്ടോ. പിന്നെ ഫാനില്ലാതെ എവിടെ ഇരിക്കാനും കഴിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ഡൈനിങ് ടേബിളിലേക്ക് തന്നെ വരും കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടാണ് എല്ലാവരും ചായ കുടിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഞങ്ങൾ ആ ഒരു നൊസ്റ്റു, അതായത് ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മുടെ വർക്ക് ഏരിയേൻ്റെ അടുത്തോ അല്ലെങ്കിൽ കിച്ചൻ്റെ അവിടെയൊക്കെ ഒരു സെറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ടാകും. അവിടെ ഒരു ചെറിയ ടേബിൾ ഉണ്ടാകും, അല്ലെങ്കിൽ ചെറിയൊരു പടി ഉണ്ടാകും. അവിടെയൊക്കെ ഇരുന്നിട്ട് എല്ലാവരും വട്ടത്തിരുന്നിട്ടൊക്കെ ചായ കുടിക്കുക, വർത്താനമൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ എന്തായാലും ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഈ കാലാവസ്ഥ കൊണ്ട്. അങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനും അച്ഛമ്മയും കണ്ണനും കൂടെ ഈ റൂമിൽ ഇപ്പോൾ സെറ്റായിട്ടിരിക്കുകയാണ്. ഈ റൂമെന്ന് പറയുന്നത് ഞങ്ങളെ വീടിൻ്റെ മുകളിലേക്ക് ആദ്യം, ഞങ്ങളെ വീട് ആകെ ഒരു നിലയുള്ളായിരുന്നു ഫസ്റ്റ്. പിന്നെ ഞങ്ങളെ ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ കുറച്ച് മുന്നേയൊക്കെ ആയിട്ട് അതിൻ്റെ മുകളിലേക്ക് രണ്ടാമത് എടുത്തത് കേട്ടോ. ആ സമയം വരെ എൻ്റെയും അച്ഛമ്മേനെയും റൂം ഇതായിരുന്നു. പിന്നെ മുകളിലേക്ക് എടുത്തപ്പോൾ ഞാൻ മുകളിലേക്ക് മാറുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞ് ഞാൻ പോവുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു പഴയകാല റൂമാണിതെന്ന് വേണമെങ്കിൽ പറയാം, എൻ്റെ അച്ഛമ്മേൻ്റെയും. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ അച്ഛമ്മേൻ്റെ സെറ്റും കൊണ്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ്. അതിൻ്റെ അറ്റം അച്ഛമ്മ ഒന്ന് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അച്ഛമ്മ ഉദ്ദേശിച്ച അറ്റമല്ലായിരുന്നു അച്ഛമ്മയ്ക്ക് അടിച്ച് കിട്ടിയിരുന്നത്. അപ്പോൾ അതൊന്ന് തുന്നഴിക്കുകയായിരുന്നു അച്ഛമ്മ. അപ്പോൾ ഞാനും പറഞ്ഞു ഞാനും കൂടെ കൂടാൻ പെട്ടെന്ന് തുന്നഴിച്ച് കഴിയുമല്ലോ എന്ന്. അപ്പോൾ അതേ ഞങ്ങളടുത്ത് JCB കൊണ്ടൊക്കെ കളിക്കാൻ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. കണ്ണനുള്ളത് കൊണ്ട് സമയം പോകണതൊന്നും അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഓരോ എന്തിനാ കണ്ണന് ആന്റീൻ്റെ ഡ്രസ്സാണത്, കാണിച്ചോട്ടെ. അമ്മേൻ്റെ അല്ല, ആന്റീൻ്റെ ആണ്.
ആ ഞാൻ അച്ഛമ്മേനെ വേണ്ട വേണ്ട അച്ഛമ്മേനെ കാട്ടണ്ടടാ. ഇത് ഞാൻ വർക്ക് ചെയ്തൊന്ന് കാണിച്ചെന്നാ. ഞാൻ എംബ്രോയിഡറി ചെയ്തതാണിത്. അത് ആനീന്റെ ചുരിദാറാണ്. അതൊക്കെ കൊള്ളൂല, ആർക്കെയും കൊടുക്കാം. കണ്ണാ ആ ഡ്രസ്സ് അച്ഛമ്മക്ക് കൊണ്ടു കൊടുക്ക്. വേറെ ചേച്ചിമാർക്ക് കൊടുക്കാം. അപ്പം ഞങ്ങൾ എല്ലാവരും ഇതിൻ്റെ ഉള്ളിലിരുന്ന് ഓരോ പണി ചെയ്യാനുണ്ട്. അപ്പം അമ്മ വന്ന് എൻ്റെ പഴയ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം ആയപ്പോഴത്തേക്കും മലാവി പോയതാണ്. പിന്നെ 3 വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. ആ 3 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ 1-2 മാസമല്ലേ കിട്ടിയുള്ളൂ. അപ്പോഴത്തേക്കിനും ഒരുപാട് ദിവസം വീട്ടിൽ നിൽക്കാനോ അല്ലെങ്കിൽ ഒരുപാട് സമയം ഇവരെ കൂടെ നിൽക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഈ വരുന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പഴയ ഡ്രസ്സുകളൊക്കെ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ആർക്കെങ്കിലും കൊടുത്താലോ എന്നാണ്. എൻ്റെ പഴയതാണെന്നുണ്ടെങ്കിൽ, പഴയതെന്ന് വെച്ചാൽ പറ്റ പഴയതൊന്നും ആവില്ല, നമ്മൾ നല്ല ഡ്രസ്സ് തന്നെ ആയിരിക്കും കേട്ടോ. അതൊക്കെ അമ്മ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കും കേട്ടോ. ഇവിടെ പാവപ്പെട്ട കുട്ടികൾക്കോ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് അമ്മ അത് കൊണ്ടു കൊടുക്കും. ഒന്നും അങ്ങനെ വെച്ച് നശിപ്പിക്കാൻ സമ്മതിക്കാറില്ല കേട്ടോ. അമ്മ അംഗൻവാടി ടീച്ചർ ആയതുകൊണ്ട് തന്നെ അമ്മേൻ്റെ ആ ഏരിയയിലുള്ള പാവപ്പെട്ടവരാര് അല്ലാത്തവർ അതായത് എവിടെയാണെന്നുള്ളതൊക്കെ അമ്മയ്ക്ക് കറക്റ്റ് അറിയാം. അപ്പോൾ അമ്മ അതവിടെ ഡയറക്റ്റ് കൊണ്ടെത്തിക്കും കേട്ടോ. അപ്പോൾ അത് എൻ്റെ പഴയ ഡ്രസ്സുകളൊക്കെ അമ്മ പറയാമെന്ന്, നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാം, എന്തായാലും ഇനി എനിക്കിതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഞാൻ 49 കിലോ ഉണ്ടായിരുന്ന ഞാനിപ്പോൾ ഒരുപാട് വെയിറ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിതൊന്നും കൊള്ളത്തുമില്ല. നല്ല ഡ്രസ്സുകളാണ്, അങ്ങനെ കേടായിട്ടോ മോശമായിട്ടോ ഉള്ള ഡ്രസ്സുകളല്ല. അങ്ങനെ പറ്റ മോശമായ ഡ്രസ്സുകളൊന്നും നമ്മൾ കൊടുക്കാറുമില്ല കേട്ടോ. ഇടാൻ പറ്റുന്ന അത്യാവശ്യം നല്ലതായിട്ടുള്ളത് തന്നെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഈ ഡ്രസ്സൊക്കെ എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ എന്തോ ഇതൊന്നും എനിക്കിനി കൊള്ളത്തില്ല. വട്ടത്തിനിടുക അങ്ങനെ തന്നെ. എനിക്ക് പാസലിട്ട് തന്നെ കുട്ടിയാണേ. നാട്ടിൽ വന്നതിന് ശേഷം കാലിൽ ചെറുതായിട്ട് നീര് കൂടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ടൈൽസിൻ്റെ എന്തെങ്കിലും പറ്റാത്തതുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ചെരുപ്പിട്ടാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഓരോ ദിവസം ഓരോരോ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. നീര് വരലും വേദനയും വയ്യായൊക്കെ. അതാണ് വീഡിയോസൊക്കെ ഇടാൻ വളരെ ലേറ്റ് ആവുന്നത് കേട്ടോ. അപ്പം അത് അച്ഛമ്മ കണിക്കൊന്നൊക്കെ പറിച്ച് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പോയി ഇപ്പോൾ എവിടുന്നോ പറിച്ച് വരികയാണ്. കുറച്ച് കിട്ടിയില്ലേ? കണിക്കൊന്നല്ലാതെ എങ്ങനെ വിഷു പണിയാണ്? കണിക്കൊന്നല്ലാത്ത വിഷു എന്താ? അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേ അമ്മയും അച്ഛമ്മയും ഏട്ടമ്മയും എല്ലാവരും കിച്ചണിൽ പണിയാണ് കേട്ടോ. നമുക്ക് വിഷുവിൻ്റെ തലേന്ന് ശങ്കരാന്തി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് മരിച്ചുപോയ നമ്മുടെ കാരണന്മാർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. എല്ലാ ഭാഗത്തും ഉണ്ടോയെന്ന് അറിയില്ല, ഞങ്ങളവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പവും ചിക്കൻ കറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് ഒന്ന് വന്ന് തുടച്ചൊക്കെ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അല്ല പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയിലാണ് ഇവരെല്ലാവരും. ഇനി രാത്രിയിൽ അത് രാത്രി അമ്മ ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചു തരാം കേട്ടോ. രാത്രിയായി എന്നാലും എല്ലാം റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ ഉണ്ടാക്കിയതെന്നുള്ളത്. കുട്ടിയച്ച എന്താ വാങ്ങിയത് നോക്കിയ പടക്കൊക്കെ ട്രൗസർ ഇട്ടു. കണ്ണപ്പ കുളിച്ചതാണേ. ഫുള്ള് വീഡിയോ. അപ്പോൾ പിറ്റേന്ന് വിഷു ആയതുകൊണ്ട് തന്നെ ലീവാണല്ലോ. അപ്പോൾ അനിയൻ വന്നതാണ് കേട്ടോ. അനിയന് കോഴിക്കോടാണ് ജോലി, അവൻ ഒഡീസയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടുന്ന് ലീവായതുകൊണ്ട് വന്നതാണ് വിഷുവിന്. അപ്പോൾ കണ്ണന് ദേ മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ണനും കുട്ടിയച്ഛനും തമ്മിൽ ഭയങ്കര സിങ്കാണ് കേട്ടോ. അപ്പോൾ അതേ മുട്ടായി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അങ്ങനെ അധികമൊന്നും മുട്ടായികളൊന്നും കൊടുക്കാറില്ല കേട്ടോ, കുറവാണ് മിഠായിയൊക്കെ കൊടുക്കുന്നത്. അത്ര നല്ലതല്ലല്ലോ മിഠായിയൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഇതേ അമ്മയ്ക്കും അച്ഛമ്മയ്ക്കും കണ്ണനും എല്ലാവർക്കും ഉള്ള വിഷുവിന് ഡ്രസ്സൊക്കെ അവൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്മേൻ്റെ സാരിയൊക്കെ പൊട്ടിച്ച് വെക്കുന്നു. അപ്പോൾ അമ്മ പറയുകയാണ് അമ്മയ്ക്ക് ഇപ്രാവശ്യം കുറേ സാരി ആണല്ലോ എന്നൊക്കെ. സാരിയൊക്കെ എടുക്കട്ടെ, മക്കൾക്ക് ജോലി ഉള്ളപ്പോഴും ഇതൊക്കെ ഉള്ളപ്പോഴാണല്ലോ അമ്മമാർക്കൊക്കെ ഓരോന്ന് എടുത്തു കൊടുക്കുക. അതൊക്കെ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ദേ കണ്ണനും അവൻ്റെ മുട്ടായിയൊക്കെ അവൻ്റെ കുട്ടിയച്ഛന് കൊടുക്കുകയാണ്. പിന്നെ അച്ചമ്മയ്ക്ക് സെറ്റും കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പൂത്തിരികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം പടക്കമൊന്നും മേടിച്ചിട്ടില്ല.
പടക്കം അധികം പൊട്ടിച്ചിട്ടില്ല. കാരണം വേണ്ടാന്ന് വെച്ചു. പൂത്തിരി, പൂവെന്നൊക്കെ പറയില്ല, മറ്റേ മത്താപ്പൂവ്, പൂത്തിരി, അങ്ങനത്തെ സംഭവങ്ങൾ, ചക്രം, അങ്ങനത്തെ സംഭവങ്ങൾ കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കണ്ണൻ ചെറുതാണല്ലോ, അവനിതൊക്കെ അറിഞ്ഞ് കണ്ട് വളരണമല്ലോ എന്നല്ല, അതായത് ഓരോരോ ആഘോഷങ്ങളും എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം പൂത്തിരി എത്തിച്ചപ്പോൾ കണ്ണൻ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പേടി മാറ്റമൊക്കെ വേണമല്ലോ, എല്ലാത്തിനോടും നമുക്ക് അങ്ങനെ പേടിച്ച് നിൽക്കാനും പാടില്ലല്ലോ. അപ്പോൾ കണ്ണന് കാണിച്ചു കൊടുക്കുകയായിരുന്നു കുട്ടിയേച്ച് കൊണ്ടുവന്ന പൂത്തിരിയും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന്, അതേ നല്ല ഉണ്ണിയപ്പം. ഉണ്ണിയപ്പത്തിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ. എത്ര പേര് ഇങ്ങനെ ഉണ്ണിയപ്പവും നെയ്യപ്പമൊക്കെ ചിക്കൻ കറി കൂട്ടി കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റും ഡിഫറെൻ്റ് ആണല്ലോ, എല്ലാവർക്കും പറ്റണമെന്നില്ല. കാരണം നല്ലൊരു മധുരവും നല്ല എരിവുള്ളൊരു കറിയും കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതേ ഉണ്ണിയപ്പം ഉണ്ടാക്കണം. ഈ ഉണ്ണിയപ്പമൊക്കെ ഞാൻ മലാവി പോയപ്പോൾ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ അടുത്ത് ഉണ്ണിയപ്പച്ചട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ചമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ഉണ്ണിയപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ഇപ്രാവശ്യം എന്തായാലും ഞാൻ തിരിച്ചു പോകുന്നതിൻ്റെ മുന്നേ ഉണ്ണിയപ്പമൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാനും പഠിക്കും, ഒരു ഉണ്ണിയപ്പച്ചട്ടിയും വാങ്ങിപ്പോകും കേട്ടോ. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത്, അതായത് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഉണ്ണിയപ്പം തിന്നാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അത് പറഞ്ഞപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി ആരുടെ അടുത്തും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിള്ളച്ചേട്ടൻ്റെ വൈഫ് ശ്രീദേവി ചേച്ചി എനിക്ക് നെയ്യപ്പം ഉണ്ടാക്കി കൊണ്ട് തന്നിരുന്നു കേട്ടോ. അതൊക്കെ എനിക്കിപ്പോൾ നല്ല ഓർമ്മയുണ്ട്. നല്ല എന്താ പറയുക, ആഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേച്ചി എനിക്ക് നെയ്യപ്പം ഉണ്ടാക്കി തന്നൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അന്നേരം. അപ്പോൾ അതേ അച്ഛമ്മ ഇവിടെ നെയ്യപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്, ഇവരത് അതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാറില്ലേ, ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അച്ഛമ്മയാണ് ഉണ്ടാക്കി തരാറ്. അച്ഛമ്മ ഒരു സ്പെഷ്യലിസ്റ്റാണ് ഫുഡ് ഉണ്ടാക്കണതിൽ. അമ്മ അതേപോലെ പൊറോട്ട, ബാക്കിയെല്ലാം മീൻകറി, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ ഇതേ ഞങ്ങൾ ഉണ്ണിയപ്പം റെഡിയാവാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പം നമ്മളിന്ന് ചെറുതായിട്ട് പൂത്തിരിയൊക്കെ ഒന്ന് കത്തിക്കാൻ വിചാരിച്ചിട്ട്, പടക്കൊന്നുമില്ല, ചെറിയ പൂത്തിരിയൊക്കെ. വേണ്ടേ കണ്ണന് മടിയായി. പിടിച്ചു. അപ്പോൾ കുറച്ച് പൂത്തിരിയും മെത്തപ്പൂവൊക്കെ കത്തിച്ചിട്ട് ഇതേ ഞങ്ങൾ ശങ്കരാന്തിൻ്റെ ചടങ്ങിക്കൊക്കെ കടന്നു കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ശങ്കരാന്തിൻ്റെ ചടങ്ങ്, ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നാണ് ഞങ്ങൾ നോർമലി പറയാറ്. എല്ലാ ഭാഗത്തേക്കും ഇതുണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതെ ഞങ്ങളെ ഭാഗത്തേക്കുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ഉണ്ണിയപ്പം വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ. ഉണ്ണിയപ്പത്തിന് കോമ്പിനേഷൻ നമ്മൾ ചെയ്യുന്നത് വറുത്തരച്ചെങ്ങാണ്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുക, നോർമൽ ചിക്കൻ കറി അല്ല ഉണ്ടാക്കാറ്. ഉണ്ണിയപ്പത്തിന് പകരം നെയ്യപ്പം നമ്മൾ കഴിക്കും കേട്ടോ. അപ്പോൾ ഇലയിലൊക്കെ വെച്ച് ചിക്കൻ കറിയൊക്കെ ഒഴിച്ച് ഞങ്ങളും കഴിക്കാൻ വേണ്ടി പോവുകയാണ്. കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ബാക്കി ഉണ്ടായിരുന്ന പൂത്തിരി മെത്താപ്പൊക്കെ കത്തിക്കാനുണ്ട്. അപ്പോഴത്തേക്കും കണ്ണൻ്റെ പേടിയൊക്കെ കുറേ മാറിയിട്ടോ. അച്ചമ്മയും പൂത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. എന്തായാലും കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ കൂടെയൊക്കെ നിന്നൊന്ന് വിഷു ആഘോഷിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് വലിയ ആഘോഷങ്ങളൊന്നുമില്ല, ഈ പൂത്തിരിനെ നമ്മൾ കണ്ണന് വേണ്ടിയിട്ട് മേടിച്ചതാണ്, അവൻ്റെ പേടി മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വിഷുത്താലേൻ്റെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തൊട്ടടുത്ത ദിവസം ഞങ്ങളിവിടെ ആഘോഷിച്ച വിഷു വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വ്ലോഗിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.